പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ UDF 100 കടക്കുമെന്ന് പറയുമ്പോഴും പ്രീപോൾ ഘട്ടത്തിലും അതിനുശേഷം എക്സിറ്റ് പോളുകളിലും കേരളത്തിൻ്റെ മനസ്സ് അങ്ങനെ 100 കടക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല. UDFന് അനുകൂലമായി എന്ന ചിന്തയായിരുന്നു പ്രധാനപ്പെട്ട ഏജൻസികൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം മാത്രം വ്യത്യസ്തമായി നിൽക്കുന്നു. കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളുമൊക്കെ കൃത്യമായി പ്രവചിച്ചിരുന്ന റാഷിദ് CP, റാഷിദിനെ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രവചനത്തിന് പിന്നാലെ പ്രവചന സിംഹം എന്ന് നമ്മൾ വിളിച്ചിരുന്നു. പ്രവചന സിംഹത്തിന് പക്ഷേ ചില ഘട്ടങ്ങളിൽ ചില ദേശീയ തെരഞ്ഞെടുപ്പുകൾ, ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെറ്റുപറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ കാലം അവസാനിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയുമായാണ് റാഷിദ് CPയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവചന ഫലം വരുന്നത്. 100 കടക്കുമെന്ന് കൃത്യമായ രാഷ്ട്രീയ വിശകലനത്തോടു കൂടി പറഞ്ഞ ഒരേ ഒരാൾ റാഷിദാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കുത്തി പറയുന്നവരുണ്ടാകാം. പക്ഷേ റാഷിദിൻ്റെ പ്രവചനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ സീറ്റുകളുടെ എണ്ണം മാത്രമല്ല, 91 മുതൽ 102 വരെ എന്ന് പറയുന്ന സീറ്റ് റേഞ്ച് മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ 4 വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി LDFൻ്റെ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിരീക്ഷണമാണ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അദ്ദേഹം പറഞ്ഞത് 2001 ശേഷം ഇടതുപക്ഷത്തേക്ക് അടുത്ത ന്യൂനപക്ഷ വോട്ടിൻ്റെ പരിപൂർണമായ റിവേഴ്സ് സ്വീപ്പ്, സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി. അത് ഇടത് അടിസ്ഥാന അനുഭാവ വോട്ടർമാരെ ഒരേപോലെ നിരാശപ്പെടുത്തി. രാഷ്ട്രീയ നിലപാടിലെ തുടർച്ചയായ അസ്ഥിരത ഇടത് രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരെ ആകെ നിരാശപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ സമാനതകളില്ലാത്ത കുറവ് സംഭവിച്ചു. ഇത് 4ഉം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം LDFനെ കൈയൊഴിഞ്ഞ് UDFലേക്ക് ചേക്കേറിയിരിക്കുന്നു. ഈ സ്വജനപക്ഷപാതം അത് LDFനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒന്നും കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. പക്ഷേ അത് കൂടുതൽ പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പിൽ അത്തരം ആളുകൾ മുഴുവൻ തോറ്റു. ഇപ്പോൾ TK ഗോവിന്ദനൊക്കെ ആ വിഷയം ഉന്നയിച്ചാണ് CPM വിട്ട് UDFൻ്റെ ഭാഗമായി മത്സരിക്കാൻ തയ്യാറായത്. അദ്ദേഹമൊക്കെ അവിടെ നേടിയത് മിന്നുന്ന ജയമാണ്. തളിപ്പറമ്പും പയ്യന്നൂരുമൊക്കെ സ്വപ്നത്തിൽ ചിന്തിക്കാവുന്ന കാര്യമാണോ? സുധാകരൻ നേടിയത് മിന്നുന്ന വിജയമല്ലേ? അപ്പോൾ സ്വജനപക്ഷപാതം, പാർട്ടിയുടെ നയപരിപാടികളിൽ നിന്നുള്ള വ്യതിയാനം, അതൊക്കെ CPMനെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാൻ പോകുന്ന ഘടകങ്ങളാണ് എന്ന് റാഷിദ് ചൂണ്ടിക്കാട്ടിയത് കൃത്യമായി തന്നെ വന്നിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, രാഷ്ട്രീയ നിലപാടിലെ തുടർച്ചയായ അസ്ഥിരത. അങ്ങോട്ടാണോ ആ BJPയോട് ചേർന്ന് നിൽക്കുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം സ്വാഭാവികമായി ജനങ്ങൾക്കുണ്ടാകുമെന്നുള്ള തരത്തിൽ നിലപാടുകളിൽ പലപ്പോഴും വെള്ളം ചേർക്കുന്ന ആ രീതി, അത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പല ഘട്ടങ്ങളിൽ കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് പറഞ്ഞത് കൃത്യമാണ്. നമ്മൾ അത്തരത്തിലുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തം. മുഖ്യമന്ത്രിയുടെ ഗ്രാഫിലുണ്ടായ ഇടിവ്, അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ പോലും വിയർത്തു ജയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവിനെ വിശ്വസിച്ച് കഴിഞ്ഞ തവണ തുടർഭരണം നൽകിയ ജനം അദ്ദേഹത്തിൽ വിശ്വാസമില്ലാത്തവരായി മാറി എന്നുള്ള റാഷിദിൻ്റെ നിഗമനം ശരിവയ്ക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ ധർമ്മടത്തൊക്കെ അങ്ങനെ സംഭവിക്കും. 1ാം റൗണ്ടിലേക്ക് ഒരുപക്ഷെ UDFന് ഒരു ചെറിയ കുതിപ്പ് നടത്താൻ സാധിക്കുമെന്നുള്ളതിനപ്പുറത്തൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവിടെയും റാഷിദിൻ്റെ കാഴ്ച കൃത്യമായിരുന്നു. ഇപ്പോൾ ഈ സർവേകളിൽ, എക്സിറ്റ് പോളുകളിൽ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് 90 എന്നുള്ള സംഖ്യയിലേക്കെങ്കിലും എത്തിയത്. അവർ 90 എന്നുള്ള ആ പ്രൊജക്ഷൻ, അതിനപ്പുറത്തേക്ക് വീണ്ടും ഒരു 10-13 സീറ്റുകൾ കൂടി UDFന് നേടാനായി എന്നെങ്കിലും അവർ അത് പറഞ്ഞു. ഏജൻസികളിൽ ഏറെക്കുറെ വിശ്വാസ്യത പുലർത്തിയത് അവർ മാത്രമാണ്. അവരുടെ നിഗമനങ്ങൾ കുറെ ശരിയുമായിരുന്നു. അവർ 25ഓളം മണ്ഡലങ്ങൾ സ്വിംഗ് സീറ്റുകൾ എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചിരുന്നു. ആ സ്വിംഗ് സീറ്റുകളിൽ 18 എണ്ണം LDFന് അനുകൂലമായിട്ടായിരുന്നു അവർ ഇട്ടിരുന്നത്. ആ സ്വിംഗ് സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും UDFന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. റാഷിദ് അവിടെയും അങ്ങനെ ഒരു സ്വിംഗ് സീറ്റ് എന്നുള്ള കാഴ്ചപ്പാടിനും അപ്പുറത്ത് നിന്നാണ് കണ്ടത്. അങ്ങനെ സ്വിംഗ് സീറ്റുകൾ ഉള്ള ഘട്ടത്തിൽ തന്നെയും 91, 102 എന്ന റേഞ്ച് റാഷിദ് നൽകിയിരുന്നു. LDFന് 38 മുതൽ 48 വരെയും NDAക്ക് 1 മുതൽ 3 വരെയും സീറ്റുകളാണ് നൽകിയത്. അത് സീറ്റുകളുടെ എണ്ണം മാത്രമല്ല കേട്ടോ, വോട്ട് ശതമാനവും 41.5% മുതൽ 45% വരെ
വോട്ട് നേടും UDF എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കറക്റ്റായി അത് തന്നെ വന്നു. LDF 36.5 മുതൽ 39 വരെ, NDA 14 മുതൽ 17 വരെ. അങ്ങനെ കൃത്യമായ കാഴ്ചപ്പാടുകളോടെ റാഷിദ് അവതരിപ്പിച്ച ആ നിഗമനത്തിന് ലഭിച്ചിരിക്കുന്ന അംഗീകാരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ജനവിധി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടാകുന്നു. CPM അവർ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിൽ അവരുടെ നയങ്ങളിലുണ്ടായിരിക്കുന്ന വ്യതിയാനങ്ങൾ, സ്വജനപക്ഷപാതം അടക്കമുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് പറഞ്ഞത് അതേപടി സംഭവിച്ചിരിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് വല്ലാണ്ട് താന്നുപോയി എന്നുള്ളത്. അപ്പോൾ കേരളത്തിലൊരു വലിയ വികാരം, അത് ഭരണവിരുദ്ധ വികാരം മാത്രമായിരിക്കില്ല, ജനങ്ങളിലുണ്ടായിരിക്കുന്ന ആ പാർട്ടിയോടുള്ള വലിയ വിയോജിപ്പ് കൂടി പ്രതിഫലിക്കുന്ന ഒന്നായിരിക്കുമെന്ന് റാഷിദ് ഈ പ്രവചനം, അദ്ദേഹം ഏപ്രിൽ 9 തന്നെ നടത്തിയ പ്രവചനമാണ്. അതായത് വോട്ട് പെട്ടിയിലായതിന് പിന്നാലെ റാഷിദ് ആ പ്രവചനം നടത്തി. ഈ എക്സിറ്റ് പോളുകളെയൊക്കെ പോലെ പിന്നീട് ആളുകളെ കണ്ട് അതിൽ ശാസ്ത്രീയതയൊക്കെ ഉൾപ്പെടുത്തി ആ മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ പഠിച്ച് അത്തരത്തിലേക്കൊന്നും പോകാതെ വോട്ട് പോൾ ചെയ്ത ദിനം തന്നെ കേരളത്തിൻ്റെ ട്രെൻഡ് എന്തായിരിക്കുമെന്ന് റാഷിദ് പ്രവചിക്കുമ്പോൾ റാഷിദിനെ കളിയാക്കിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ കളിയാക്കിയവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ഇപ്പോൾ ആ ചെറുപ്പക്കാരന് സാധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തോടുള്ള നേരത്തെ തന്നെ ഈ പ്രവചനം നടത്തി കഴിഞ്ഞപ്പോൾ സംസാരിക്കുമ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളുടെ ജേണോ 83 സീറ്റ് വരെയാണ് UDFന് പ്രവചിച്ചിരുന്നത്. കുറച്ച് സിംഗ് സീറ്റുകൾ കൂടി വന്നാൽ പോലും ഒരു 90 എന്നുള്ളതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് കണക്ക് കൂട്ടിയിരുന്നു. എങ്കിലും 75 മുതൽ 83 വരെ എന്നുള്ള കണക്ക് കൂട്ടലായിരുന്നു നമ്മുടേത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുള്ള ഒരു പ്രവചനം റാഷിദ് നടത്തുമ്പോൾ, റാഷിദുമായി പല ഘട്ടങ്ങളിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് ആ പ്രവചനം നടത്തിയതിലുള്ള ആത്മവിശ്വാസം വ്യക്തമായിരുന്നു. ആ ആത്മവിശ്വാസം 1-2 തെരഞ്ഞെടുപ്പുകൾ പ്രവചിച്ചത് ശരിയായില്ല എന്നുള്ളത് കൊണ്ട് ഒട്ടുമേ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു. ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് റാഷിദ് ഈ രാഷ്ട്രീയത്തെ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇപ്പോൾ നോക്കിക്കണ്ടത് അതിസൂക്ഷ്മവും കൃത്യവുമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തുടർഭരണമുണ്ടാകും എന്ന് ഒരു സങ്കോചവുമില്ലാതെ പറയാൻ റാഷിദിന് സാധിച്ചു. അതേ റാഷിദ് തന്നെ ഇക്കുറി 100 കടക്കുന്ന ഒരു പ്രകടനം UDFൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും, വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ 45% വോട്ട് നേടുന്ന ഒരു പ്രകടനം ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിൽ അത് കൃത്യമായ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആ ചെറുപ്പക്കാരനെ പ്രവചനസിംഹം എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനാകില്ല തന്നെ. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്.